കണ്ടോ, ഇത് പുറകിൽ കുത്തുന്നേ ഉള്ളൂ. കുത്തുമ്പോൾ ഒരിക്കലും സൗണ്ട് വരില്ല. പക്ഷെ അവിടെ താളം ഉറക്കണം. അപ്പോൾ ഒന്ന് ചെറിയൊരു സ്പ്രിങ് ആക്ഷൻ പോലെ വരും. 1 2 3 1 2 3. ഇനി അതിൻ്റെ കയ്യ് ഈ വിരല് മടക്കി, ഈ 2 വിരല് മടക്കിയിട്ട് ഈ 2 വിരല് നിവർത്തി. ഇനി ഇതിനെക്കൂടെ നമ്മൾ ഞൊടിക്കില്ലേ, ഇതാ ഇങ്ങനെ ഈ 2 വിരല് മടക്കി ഇങ്ങനെ അല്ലേ? ഞൊടിക്കുന്നോട് കൂടി അതും മടങ്ങും. ഓക്കെ, അത് ശരി. എന്നിട്ട് ഈ ഞൊടിക്കുമ്പോൾ കുറച്ചും കൂടെ പുറത്തേക്ക് വരും. ഇവിടെ വരും അല്ലേ? ഈ ഷോൾഡറിന്റെ അടുത്തായിട്ട് ഇവിടെ ഈ സൈഡിലല്ലേ? ഇനി കാല് പുറകിൽ കുത്തുമ്പോഴാണ് ഞൊടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ താഴെ ഇടുന്നത് ഈ ഫ്രണ്ട് കൂടെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കണം അല്ലേ? ഇവിടെ ഈ വെച്ച കൈയിനെ ഫ്രണ്ടിലേക്ക് നിർത്തും. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കിക്കോളൂ. 1 2 3 1 2 3 1 2 3 1 2 3. അതായത് സൈഡിലേക്കല്ലാതെ നേരെ ഫ്രണ്ടിലേക്ക്. നമ്മൾ സാധാരണ എല്ലാ സ്റ്റെപ്പും ലൂസാക്കി കളിക്കണം എന്ന് പറയും കൈ. പക്ഷെ ഇത് ലൂസല്ല. കണ്ടോ, ഇവിടെ കുറച്ചും കൂടി വടി പോലെ തന്നെ വരിക. അപ്പോൾ ഈ ഞൊടിക്കിനോട് കൂടി കണ്ടോ അതങ്ങ് മടങ്ങും. ഇങ്ങനെ ഇത് ഞൊടിക്കിനോടുകൂടി കൈ മടങ്ങും. ഇതൊരു മുദ്രയൊന്നുമല്ല, ഞൊടിക്കുമ്പോൾ വരുന്നതാണ്. അപ്പോൾ മടങ്ങിയ കൈ എങ്ങനെയാണോ അങ്ങനെ തന്നെ വിട്ടാൽ മതി. ഇനി നമ്മൾ ഇതിനെ 8 ആയിട്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ 8ാമത്തെ സ്റ്റെപ്പിൽ തിരിച്ച് ഇവിടെ തന്നെ എത്തും. അപ്പോൾ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. 8 എണ്ണമായി. അത് വന്നില്ല. അതെത്തും. അതൊരു കുറേ കളിക്കുമ്പോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് ഇപ്പോൾ ഒരു 10 പേര് ഒരുമിച്ച് നിന്ന് കളിക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഒരേ ടൈമിലാവണം എത്തണത്. അപ്പോഴേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു സ്റ്റെപ്പ് എന്ന് വയ്ക്കുക. ഇത് ചുമ്മാ കളിച്ച് നോക്കാൻ വേണ്ടി തരുന്നതാണ്. ഇനി ഈ സൗണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കൂ. ഇങ്ങനെ ഉപ്പുറ്റി ഇവിടുന്ന് ഇങ്ങനെ ലൂസ് ഇങ്ങനെ ആക്കണം അല്ലേ? ഇങ്ങനെയാണോ? നമ്മൾ നമ്മൾ കൈ ഇങ്ങനെ അടിക്കാൻ ഓങ്ങുമ്പോൾ ഇങ്ങനെ അടിക്കില്ലേ? അടിക്കാൻ ഓങ്ങുമ്പോൾ വെക്കല്ലല്ലോ ചെയ്യണേ. ഇവിടെ ലൂസാക്കി അടിക്കണില്ലേ? ഇപ്പം നമ്മൾ കുട്ടികളടിക്കുകയാണെങ്കിലും അല്ലേ എന്ന പോലെ കാലിനെ അല്ല ഈ